മുകളിലെ പല്ല് പറിച്ചു കഴിഞ്ഞാൽ സ്ഥിരം തലവേദനയായിരിക്കും. കണ്ണിൻ്റെ കാഴ്ചശക്തി പോവും, കേൾവിക്ക് കുറവ് സംഭവിക്കും, അതേപോലെ തന്നെ കവിളൊക്കെ ഒട്ടി വൃത്തികേടാവും. അതുകൊണ്ട് പറിക്കണ്ട എന്ന് പറയുന്ന ആളുകളുണ്ട്. ഒന്നാമത് പല്ല് പറിക്കുന്നത് അത്ര പ്രോത്സാഹിപ്പിക്കേണ്ട കാര്യമല്ല. ഇപ്പോൾ പല്ല് പറിക്കാതിരിക്കാനുള്ള എല്ലാ ചികിത്സകളും അവൈലബിൾ ആണ്. എന്നാൽ പോലും ചില തെറാപ്യൂട്ടിക്, അതായത് നമുക്ക് ചിലപ്പോൾ പല്ലിന് കമ്പി ഇടുന്ന കണ്ടീഷൻസിൽ പല്ലുകൾ എടുത്തിട്ട് സ്പേസ് ഉണ്ടാക്കേണ്ടതായിട്ട് വരും. അതല്ലാതെ ഗ്രോസ്ലി ഡിസ്ട്രക്റ്റഡ് അല്ലെങ്കിൽ നിങ്ങൾ ഒട്ടും ശ്രദ്ധിക്കാതെ പല്ല് വേര് മാത്രമാവുന്ന കണ്ടീഷൻസിൽ ചിലപ്പോൾ ആ പല്ല് റിമൂവ് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ മുകളിലെ ഏറ്റവും അവസാനത്തെ പല്ല് വന്നിരിക്കുന്ന പൊസിഷൻ നേരെയല്ലാത്തത് കൊണ്ട്, അത് കൃത്യമായ രീതിയിൽ വരാത്തത് കൊണ്ട്, അത് കവിളിൽ തട്ടി മുറിവുണ്ടാകുന്നത് കൊണ്ട് ചിലപ്പോൾ നമുക്കത് എടുത്ത് മാറ്റേണ്ടതായിട്ട് വരും. ഇങ്ങനത്തെ കണ്ടീഷൻസ് വരുമ്പോൾ പറിക്കാനായിട്ട് ആവശ്യപ്പെടുമ്പോൾ എടുത്ത് കളയണമെന്ന് ഞാൻ പറയുമ്പോൾ പേഷ്യൻസ് ചോദിക്കുന്ന കാര്യങ്ങൾ ഇതല്ല. അപ്പം ഞാനൊന്ന് പറയട്ടെ, നമ്മളുടെ പല്ലിലേക്കുള്ള രക്തക്കുഴലുകളും ഞരമ്പുകളും എല്ലാം വേറെയാണ്. അതൊരിക്കലും കണ്ണിലേക്കുള്ളതല്ല, ചെവിയിലേക്കുള്ളതല്ല, അതെല്ലാം വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പല്ല് പറിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തരിപ്പിക്കുമ്പോൾ പല്ലിലേക്കുള്ള ഞരമ്പിന് മാത്രമാണ് നമ്മൾ തരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ പല്ല് പറിക്കുന്നത് കൊണ്ട് ഒരിക്കലും ഈ പറഞ്ഞ കാഴ്ചക്കുറവോ അതേപോലെ കേൾവിക്കുറവോ പിന്നെന്താ പറയുക തലവേദനയോ ഒന്നും ഉണ്ടാവാറില്ല. പിന്നെ കവിളൊട്ടുമോ എന്നുള്ള ചോദ്യം, കവിളൊട്ടും കേട്ടോ. കാരണം പല്ലാണ് നമ്മളുടെ മുഖത്തെ മസിലുകൾ യഥാർത്ഥ പൊസിഷനിൽ നിൽക്കുന്നത്. അതുകൊണ്ട് പല്ല് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെപ്പോഴും റീപ്ലേസ് ചെയ്യണം. ഇല്ലെങ്കിൽ എന്താണ്, കവിളൊട്ട് തന്നെ ചെയ്യും. അപ്പം ഇനി പല്ല് പറിക്കാൻ പേടി ഉണ്ടാവില്ലല്ലോ. കഴിവതും പല്ല് പറിക്കാതിരിക്കുക, അതിനെ രക്ഷപ്പെടുത്താനുള്ള നൂതനമായിട്ടുള്ള എല്ലാ ചികിത്സാ രീതികളിലൂടെയും കടന്നു പോവുക. ഇനി പറിക്കേണ്ടതായിട്ടുള്ള കണ്ടീഷൻസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് വെച്ചുകൊണ്ട് ഇരുന്ന് അതിന് ഇൻഫെക്ഷനായി, ആ ഇൻഫെക്ഷൻ പല്ലിന് മുകളിലുള്ള സൈനസിലേക്ക് എത്തി, അത് കണ്ണിലേക്ക് എത്തി, അത് തലയിലേക്ക് എത്തി, ഇൻഫെക്ഷൻ കൂടുതലായി തലവേദനകളൊന്നും വരുത്താതെ എത്രയും പെട്ടെന്ന്